കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെ മറ്റൊരു അപകടം ദാരുണ സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നത്. പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു എന്നാണ് അറിയുന്നത്. 19-കാരനായ അക്ഷയാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് അക്ഷയ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ സേഫ് സൈനുലാബ്ദീൻ നൽകും. സേഫ്, എന്താണ് ഉണ്ടായത്? ദിവ്യ, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ മരണം ഉണ്ടായെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 19 വയസ്സാണ് അക്ഷയിന് ഉണ്ടായിരുന്നത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ഇവർ 3 പേര് ഒരു ബൈക്കിലുണ്ടായിരുന്നു. 3 പേരും കൂടി ഒരു ബൈക്കിൽ വരുമ്പോൾ ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി ഈ മേഖലകളിൽ നല്ല മഴയുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു മരം ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നു. ആ മരം ഒടിഞ്ഞ് വീഴുമ്പോൾ വൈദ്യുതി പോസ്റ്റ് കൂടി അതിനകത്തേക്ക് വീണു. ഈ രാത്രി വൈകിയായത് വരുന്നത് കൊണ്ട് ഇവരിത് കിടക്കുന്നത് റോഡിൽ ഈ പൊട്ടിക്കിടക്കുന്നത് കണ്ടില്ല. അങ്ങനെ അതിനകത്തേക്ക് പോയി തട്ടി അപകടമുണ്ടായി എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. എന്തായാലും ഈ പുലർച്ചെ ആയതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. വരും സമയങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഈ രാത്രി വൈകി 2 മണിയൊക്കെ ഇത് പൊട്ടി വീണിട്ട് ആരും ശ്രദ്ധിച്ചില്ലേ, ഇത് ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം പുലർച്ചെ 2 മണിയാകുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീക്കം ചെയ്യാൻ തയ്യാറായില്ല, വൈദ്യുതി ലൈൻ കട്ട് ചെയ്തില്ല തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. അത് വരും സമയങ്ങളിലാണ് അതിന്റെയൊക്കെ ഉത്തരം കിട്ടേണ്ടത്. എന്തായാലും ഇപ്പോ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഒരു അപകടം ഉണ്ടായി. അതിന് പിന്നാലെ ഇതിന്റെ മരണം, അത് ഇന്നലെ വൈകുന്നേരമാണ് എന്റെ സംസ്കാരം നടന്നത്. അതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി സമാനമായ രീതിയിൽ ഷോക്കേറ്റ് ഒരു മരണം കൂടി ഉണ്ടാകുന്നത്. അതും പുലർച്ചെ ഇങ്ങനെ 19 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിക്കുക, റോഡിൽ കിടന്ന് മരിക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഒരു 3 പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ മറ്റു 2 പേർക്കും ഷോക്കേറ്റിട്ടുണ്ടാകണം. അവരുടെ അവസ്ഥ എന്താണ്? ഗുരുതരമായ അവസ്ഥയിൽ മറ്റോ ആണോ? അതെ ദിവ്യ, ഞാൻ സൂചിപ്പിച്ചത് അതിന്റെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ പുലർച്ചെയാണ് ഇതിന്റെ വിവരങ്ങൾ പോലും കിട്ടുന്നത്. അതുകൊണ്ട് വിശദാംശങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണില്ല എന്ന് വിചാരിക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടി ഇരിക്കുന്നു. ഒന്നുകൂടി വിളിച്ച് അതിന്റെ വിശദാംശങ്ങൾ എടുക്കണം എന്ന് തോന്നുന്നു. ശരി, ഒരു കാര്യം കൂടി സൈഫ, എന്തായാലും പുലർച്ചെ 2 മണിയോട് കൂടിയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ആ പോസ്റ്റ് പൊട്ടി വീണതുപോലെ നാട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. KSEB ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകില്ല, അതിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ എങ്ങനെയാണ് നാട്ടുകാർ തന്നെ ഈ സൗണ്ടോ മറ്റോ കേട്ട് വരികയായിരുന്നോ? ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നോ? ഇത് കുറച്ച് വൈകിട്ടാണോ ഇത് അറിഞ്ഞത് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. നെടുമങ്ങാടാണ്, ഒരു ടൗൺ പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ രാത്രി വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോ വരുന്ന വണ്ടി ആരെങ്കിലും ആണോ അത് കൊണ്ടുപോയത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് ഉടനെ ലഭ്യമാക്കാം. എന്തായാലും വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് സംഭവം. പുലർച്ചെ 2 മണിയോടെ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന യുവാക്കളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവിടെ അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ രാത്രിയിൽ അവിടെ വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ആ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് അപകടമുണ്ടായിരിക്കുന്നത്. 19-കാരനായ അക്ഷയാണ് മരിച്ചത്. കൂടെ മറ്റ് 2 പേരുണ്ടായിരുന്നു. അവർക്കും ഷോക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ അവരുടെ ആരോഗ്യനില എന്താണ്, ഗുരുതരമായ അവസ്ഥയിലാണോ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. സേഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.